ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി മോണ്ടിസോറി. ഐ ആം കാവ്യ. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത് മെമ്മറി എൻഹാൻസ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഫോർ കിഡ്സിനെ കുറിച്ചാണ്. പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പഠിച്ചതെല്ലാം ഓർമ്മയിൽ വെക്കുക എന്നുള്ളത്, അല്ലേ? മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്താണ് എൻ്റെ കുട്ടി ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം മറന്നു പോകുന്നത് എന്നത്. അപ്പം മെമ്മറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? ചുമ്മാ പഠിച്ചു പോയിട്ട് കാര്യമില്ല, കാര്യങ്ങളെല്ലാം വളരെ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മെമ്മറിയെ ആക്ച്വലി നമുക്ക് പലതായി ക്ലാസിഫൈ ചെയ്യാം. സെമാൻറ്റിക് ഉണ്ട്, എപ്പിസോഡിക് ഉണ്ട്, പ്രൊസീജറൽ, മെറ്റ, ഇമ്മീഡിയറ്റ്, പെർമനന്റ്, റൂട്ട്, ലോജിക്കൽ, അസോസിയേറ്റീവ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് റൂട്ട് മെമ്മറി തന്നെയാണ്, അല്ലേ? നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷണൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ചൈൽഡ് സെന്റേർഡ് അല്ല. അതായത് കൂടുതലും ബൈ ഹാർട്ട് പഠിക്കുന്ന ഒരു മെത്തേഡാണ് വരുന്നത്. അതാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്? അല്ല, അല്ലേ? നമുക്ക് കൂടുതലും അസോസിയേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ റിയൽ ലൈഫുമായി ബന്ധപ്പെടുത്തി ഓരോ കാര്യങ്ങളും നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒന്നും ലൈഫിൽ മറന്നു പോവുകയില്ല, അല്ലേ? അപ്പൊ ഇതിനെ, ഈ ഒരു മെമ്മറിയെ നമുക്ക് ആക്ച്വലി പല ടൈപ്പുകളായിട്ട് പറയാനായി സാധിക്കും. അപ്പൊ ഇതിന്റെ ടൈപ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് സെൻസറി ഉണ്ട്. സെൻസറി പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റ് വിഷ്വലൈസേഷൻ, അല്ലേ? നമ്മൾ പലപ്പോഴും കണ്ടന്റ് റൂട്ടായിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റ് എന്താണ് എന്ന് ചുമ്മാ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ നിന്നും കാണിച്ച് ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് കൊടുത്ത് കുട്ടിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള ആ ലെവൽ ഓഫ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ ഹയർ തന്നെയാണ്, അല്ലേ? കാരണം നമ്മൾ എപ്പോഴും ഒരു കാര്യം കണ്ടുപഠിച്ചാൽ പിന്നീട് ടീച്ചർ എങ്ങനെ അതിനെ പോസ്റ്റുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്ത് നമുക്കതിനെ ടാബുലേറ്റ് ചെയ്യാനായി സാധിക്കും. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണ്. അതായത് ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ലെസ് ടൈമിലേക്ക് മാത്രം ഒരു കോൺസെപ്റ്റ് നമ്മളുടെ മെമ്മറിയിൽ റെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഷോർട്ട് ടേം മെമ്മറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പല കാര്യങ്ങളും കാണാറുണ്ട്, അല്ലേ? എന്നാൽ കുറച്ച് നിമിഷം കഴിയുമ്പോൾ നമ്മൾ അതെല്ലാം മറന്നു പോകുന്നു. അപ്പൊ അതെന്താണ്? അതൊരു ഷോർട്ട് ടേം മെമ്മറിയാണ്. അടുത്തത് ലോങ് ടേം മെമ്മറിയാണ്. കൊല്ലങ്ങളോളം നമ്മളുടെ മൈൻഡിൽ നിൽക്കുന്നത്. പലപ്പോഴും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ ഒരുപാട് തവണ നമ്മൾ എത്രത്തോളം അത് മറക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അത് നമ്മളുടെ മൈൻഡിലേക്ക് വീണ്ടും വീണ്ടും വന്നു തുടങ്ങും, അല്ലേ? അത് ഫിക്സ്ഡ് ആയി പോയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതാണ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. അപ്പം മെമ്മറിയെ നമുക്ക് എങ്ങനെ ഒന്നും കൂടെ നല്ല ടൈറ്റൻ ചെയ്യാനായി സാധിക്കും? കുട്ടികളിലേക്ക് അത് കൂടുതൽ ഇൻബിൽറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ഓരോ കാര്യം പഠിക്കുമ്പോഴും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി ഓർത്തെടുക്കാനായി സാധിക്കും. അതിനെക്കുറിച്ചാണ്, അല്ലേ, നമ്മളത് ഡീറ്റെയിൽ ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് സ്ട്രാറ്റജി ഈസ്, എല്ലാവരും ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ടത് തന്നെയാണ്, റെപ്പിറ്റേഷൻ ആൻഡ് റെസിറ്റേഷൻ, അല്ലേ? ദ മോർ യു പ്രാക്ടീസ് ദ മോർ യു എക്സൽ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു കാര്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ തവണ പ്രാക്ടീസ് ചെയ്യണം. നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചു, അതിനെക്കുറിച്ച് മറക്കുന്നു, അങ്ങനെയല്ല. മറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. നമ്മൾ എപ്പോഴും നമ്മളുടെ മൈൻഡിന്റെ ഒരു സവിശേഷത തന്നെയാണ്, നമ്മൾ ഇന്നലെ പഠിച്ചൊരു കാര്യം ഇന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അതിന്റെ 25% ലോസായി പോകും. പിന്നെ നമ്മൾ എന്തിനാ പഠിച്ചത്? അതിൽ കാര്യമില്ല, അല്ലെ? അപ്പൊ എപ്പോഴും ഏതൊരു കണ്ടന്റ് നമ്മൾ പഠിച്ചാലും റെപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ഇസ് ഓവർ ലേണിംഗ്. ഓവർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നു, ആ ദിവസം തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, അല്ലെ? രാമൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി, ഈ രാമൻ എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. ഈ കോൺസെപ്റ്റ് ഈ കുട്ടി പഠിച്ചു, ഓക്കെ. അത് കഴിഞ്ഞ് വീണ്ടും ആ കുട്ടിയോട് വീണ്ടും നമ്മൾ ഒരു കോൺസെപ്റ്റ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഫസ്റ്റ് കോൺസെപ്റ്റ് കുട്ടിയിൽ ബ്ലെൻഡഡ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആദ്യം പഠിച്ച കാര്യം കുട്ടി മറന്നു പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്, അല്ലെ? സോ ദാറ്റ് ഇസ് ദ പ്രോബ്ലം വിത്ത് ഓവർ ലേണിംഗ്. നെക്സ്റ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രാക്ടീസ് ആൻഡ് മാസ്ഡ് പ്രാക്ടീസ്. ഡിസ്ട്രിബ്യൂട്ടഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ടീച്ചർമാർ പറയുന്നതാണ്, നമ്മളൊരു കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് ടേക്ക് എ ബ്രേക്ക് ആൻഡ് സ്റ്റഡി എന്നുള്ളത്, അല്ലേ? നമ്മൾ ബ്രേക്ക് എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് നമ്മുടെ ശരീരത്തിലും അതിന്റെ ഒരു ഇമ്പാക്റ്റ് വരും, അല്ലേ? we do not feel relaxed, അല്ലേ? അപ്പൊ അത് ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസിലേക്ക് ഈൽഡ് ചെയ്യും. അപ്പൊ നമുക്ക് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് പ്രാക്ടീസ് ആണ്.
ടേക്ക് എ ബ്രേക്ക് ആൻഡ് എൻജോയ് അല്ലേ? ഒരു കോൺസെപ്റ്റ് പഠിക്കുക, ഒരു ബ്രേക്ക് എടുക്കുക, ദെൻ ഗോ ഫോർ ദ നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആയി, നമ്മൾ വളരെ കംഫർട്ടബിൾ ആയി കഴിഞ്ഞു അല്ലേ? സോ പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് റിയലി എൻജോയബിൾ ഫോർ അസ്. പക്ഷെ മാസ്റ്റർ പ്രാക്ടീസസ് വരുമ്പോൾ എന്താ, നമ്മൾ ഒരുപാട് ചിലപ്പോഴൊക്കെ നമ്മൾ പരീക്ഷയുടെ തലേന്നിരുന്ന് പഠിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ അല്ലാതെ വരും. സോ അങ്ങനെ ഒരുപാട് കണ്ടന്റ് നമ്മൾ വിത്തിൻ എ ഷോർട്ട് ടൈം പഠിച്ചെടുക്കാനായി സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും ലൈക്ക് എ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് അല്ലേ? ആ ഒരു ഫ്ലോറ് കറക്റ്റ് അല്ലെങ്കിൽ ബിൽഡിംഗ് കൊളാപ്സ് ആയി പോകും. അതേപോലെ ഓരോ കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും ടേക്ക് എ ബ്രേക്ക് ആൻഡ് പ്രൊസീഡ്. ബ്രേക്ക് എടുക്കാത്തപ്പോഴാണ് മാസ്റ്റർ പ്രാക്ടീസ് വരുന്നത്. അപ്പൊ ഇതെല്ലാവരും ഓർമ്മയിൽ വെക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ മെമ്മറി ടിപ്സ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടേക്ക് എ ബ്രേക്ക്, ഹാവ് എ ഡീപ് റൂട്ട് ആൻഡ് പ്രൊസീഡ്. സോ എല്ലാവരും ഈ ഒരു മെമ്മറി ഹൈലൈറ്റിംഗ് ടിപ്സ് ഫോർ കിഡ്സ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ആൾ.